DCB മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സംസ്ഥാനത്ത് പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് പടിവാതിലിൽ എത്തി നിൽക്കെ 62 ലക്ഷത്തോളം പേർക്ക് മാസം 1600 രൂപയോളം നൽകി വരുന്ന ക്ഷേമ പെൻഷൻ വിതരണത്തിൽ കാതലായ മാറ്റങ്ങൾ വരുവാൻ പോവുകയാണ്. അതോടൊപ്പം ജൂലൈ മാസത്തിലെ പെൻഷൻ വിതരണം നടത്തുന്നതിനുള്ള ഫണ്ടും എത്തിച്ചേരുകയാണ്. വിശദമായ വിവരങ്ങളിലേക്ക് കടക്കുന്നതിന് മുൻപായി ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് കൂടി തരിക. ഫേസ്ബുക്കിൽ കാണുന്നവർ പേജ് ഫോളോ കൂടി ചെയ്യുക. ക്ഷേമ പെൻഷൻ വിതരണത്തിൽ സർക്കാർ കൂടുതൽ ശ്രദ്ധ ഇപ്പോൾ നൽകി വരുന്നുണ്ട്. കഴിഞ്ഞ 1.5 വർഷമായി എല്ലാ മാസത്തിലും മുടങ്ങാതെ ക്ഷേമ പെൻഷൻ വിതരണം നടത്തിയെന്നുള്ളത് ലക്ഷക്കണക്കിന് ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കളെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ആശ്വാസമായിരിക്കുകയാണ്. മാത്രമല്ല, കുടിശ്ശികയായിരുന്ന 5 ഗഡുക്കളിൽ 3 ഗഡുക്കളും സർക്കാർ വിതരണം ചെയ്തു കഴിഞ്ഞു. ഇനി ലഭിക്കുവാനുള്ള 2 കുടിശ്ശിക ഗഡുക്കളിൽ ഒരെണ്ണം ഓഗസ്റ്റ് മാസത്തിന്റെ അവസാനം ഓണത്തിനു മുൻപായി ആ മാസത്തെ പെൻഷനോടൊപ്പം ചേർത്ത് 3200 രൂപയായി വിതരണം ഉണ്ടാകുമെന്ന് ഏകദേശം ഉറപ്പായിട്ടുണ്ട്. ബാക്കിയാകുന്ന ഒരു കുടിശ്ശിക ഗഡു സെപ്റ്റംബറിലോ ഒക്ടോബറിലോ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിന് തൊട്ടുമുൻപായും ലഭിക്കുന്നതോടെ പെൻഷൻ കുടിശ്ശിക പൂർണ്ണമായും ഇല്ലാതാകുന്ന സാഹചര്യം വന്നു ചേരുകയാണ്. നിലവിൽ സംസ്ഥാനത്തെ ക്ഷേമ പെൻഷൻ പട്ടിക ശുദ്ധീകരണത്തിന്റെ ഭാഗമായുള്ള 2025 വർഷത്തെ വാർഷിക പെൻഷൻ മസ്റ്ററിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഏകദേശം 40% ഗുണഭോക്താക്കളുടെ മസ്റ്ററിംഗ് പൂർത്തിയായി എന്നാണ് നേരത്തെ ലഭിച്ച റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഓഗസ്റ്റ് 24 വരെയാണ് മസ്റ്ററിംഗ് പൂർത്തിയാക്കുന്നതിനായി സമയം അനുവദിച്ചിരിക്കുന്നത്. അതിനാൽ തന്നെ ജൂലൈ മാസത്തിലും ഓഗസ്റ്റ് മാസത്തിലുമൊക്കെ വിതരണം ചെയ്യുന്ന പെൻഷൻ തുക മസ്റ്ററിംഗ് വർക്കും യാതൊരു തടസ്സവും ഇരിക്കുന്നതായിരിക്കും. എന്നാൽ സർക്കാർ പ്രഖ്യാപിച്ചിരിക്കുന്ന അവസാന തീയതിക്കുള്ളിൽ മസ്റ്ററിംഗ് പൂർത്തിയാക്കിയില്ലെങ്കിൽ സെപ്റ്റംബർ മുതൽ വിതരണം ചെയ്യുന്ന പെൻഷൻ തുകകൾ മുടങ്ങുവാൻ സാധ്യതയുള്ളതിനാൽ ഓഗസ്റ്റ് 24-നുള്ളിൽ തന്നെ എല്ലാവരും പെൻഷൻ മസ്റ്ററിംഗ് അക്ഷയ കേന്ദ്രത്തിലെത്തി പൂർത്തിയാക്കുവാൻ മറക്കരുത്. പെൻഷൻ മസ്റ്ററിങ്ങിനുള്ള അവസാന തീയതികളിൽ അക്ഷയ കേന്ദ്രങ്ങളിൽ വലിയ തിരക്ക് വരുവാൻ സാധ്യതയുണ്ട്. മാത്രമല്ല, ആ സമയങ്ങളിൽ പൊതുവെ ജീവനക്കാർ വീടുകളിലെത്തി അക്ഷയ കേന്ദ്രങ്ങളിൽ ഇല്ലാത്തവർക്കായുള്ള മസ്റ്ററിംഗ് നടത്തിക്കൊടുക്കുന്നതിന്റെ തിരക്കിലുമാകും. അതിനാൽ അവസാന ദിനങ്ങൾ എത്തുന്നതിനു മുൻപായി തന്നെ പെൻഷൻ മസ്റ്ററിംഗ് പൂർത്തിയാക്കുക. ഇനി നിങ്ങൾ അക്ഷയ കേന്ദ്രങ്ങളിൽ മസ്റ്ററിങ്ങിന് ചെല്ലുമ്പോൾ കൈരേഖകൾ തെളിയാത്തതുകൊണ്ടും മറ്റും മസ്റ്ററിംഗ് പരാജയപ്പെട്ടാൽ പിന്നീട് ഒരു ലൈഫ് സർട്ടിഫിക്കറ്റ് വാങ്ങി നിങ്ങളുടെ പെൻഷൻ അനുവദിച്ച തദ്ദേശ സ്ഥാപനങ്ങളിലെ ഓഫീസിൽ നൽകേണ്ടതുണ്ട്. എന്നാൽ മാത്രമേ അക്ഷയ കേന്ദ്രങ്ങളിൽ പരാജയപ്പെട്ടവരുടെ മസ്റ്ററിംഗ് പൂർത്തിയാകുകയുള്ളൂ എന്ന കാര്യം കൂടി ഓർക്കുക. ജൂലൈ മാസത്തിൽ ക്ഷേമ പെൻഷനായി ലഭിക്കുക ഒരു മാസത്തെ ഗഡുവായ 1600 രൂപ തന്നെയായിരിക്കും. അടുത്ത ആഴ്ചയായിരിക്കും ക്ഷേമ പെൻഷന്റെ വിതരണം ഉണ്ടാവുക. ക്ഷേമ പെൻഷൻ വിതരണത്തിനും വികസന പ്രവർത്തനങ്ങൾക്കെല്ലാമായി 1000 കോടി രൂപ കൂടി കടമെടുക്കുവാൻ സർക്കാർ നടപടി ആരംഭിച്ചു കഴിഞ്ഞു. റിസർവ് ബാങ്കിന്റെ മുംബൈ ഫോർട്ട് ഓഫീസിലെ ഇ-കുബേർ സംവിധാനം വഴി കടപ്പത്ര ലേലത്തിലൂടെയാണ് സർക്കാർ ജൂലൈ മാസത്തിലെ കടമെടുപ്പ് നടത്തുന്നത്. ചൊവ്വാഴ്ച, അതായത് ജൂലൈ 22-നാണ് സർക്കാർ 1000 കോടി രൂപയുടെ കടമെടുപ്പ് നടത്തുമെന്ന് ഇപ്പോൾ അറിയിപ്പ് വന്നിരിക്കുന്നത്. അതിനുശേഷമായിരിക്കും സംസ്ഥാനത്ത് ഈ മാസത്തെ ക്ഷേമ പെൻഷൻ വിതരണം നടക്കുക. ജൂലൈ മാസത്തിലെ ക്ഷേമ പെൻഷൻ വിതരണം എന്ന് നടക്കുമെന്നുള്ള ധനവകുപ്പിന്റെ ഔദ്യോഗിക അറിയിപ്പും അടുത്ത ആഴ്ചയിൽ വരും. അടുത്ത ആഴ്ചയോടെ മസ്റ്ററിംഗ് ആരംഭിച്ചിട്ട് 1 മാസം തികയും. ഇനിയും 1 മാസത്തോളം സമയം കൂടിയുണ്ട്. ക്ഷേമ പെൻഷൻ ലഭിക്കുന്നവർക്ക് നിർബന്ധമായ കാര്യമായതിനാൽ ഇനിയും മസ്റ്ററിംഗ് ചെയ്യാത്തവർ വരും ദിവസങ്ങളിൽ മസ്റ്ററിംഗ് പൂർത്തിയാക്കുവാനും ശ്രദ്ധിക്കുക. വരും ദിവസങ്ങളിലെ ക്ഷേമ പെൻഷൻ അറിയിപ്പുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.